ഹലോ ഹലോ, കേക്കാമോ? ആ രവിയേട്ടാ, എന്തുണ്ട്? എന്ത് പറ്റി? ആ ശേ, ഞാൻ ഇവിടെ അടുക്കളയില് പണിയെടുത്തോണ്ടിരിക്കുന്നു. ആ ബാങ്കില്. പിന്നെ വേറെ ആണോ? അത് മാത്രല്ലേ, ഞാനേ കഴിഞ്ഞ ദിവസം നമ്മുടെ ശൈലജ ആന്റിയെ കണ്ടിരുന്ന. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു, റിങ്കിക്ക് കല്യാണം ഒന്നും നോക്കണില്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയത്തില്ല, ഇങ്ങനെ സംസാരം ഉണ്ടായതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഉഴപ്പി വിട്ട്. ശരിക്കും എന്തെങ്കിലും തീരുമാനം എടുക്കണുണ്ടോ? ബെസ്റ്റ്. ബോക്സിംഗ് മാത്രം മതിയാ? നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആവണ്ടേ? ഞാനാ? കൊള്ളാം. നിങ്ങളുടെ ആ ഭാര്യ എന്ന് പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ, മണിക്കുട്ടി, എന്നെ ഒന്ന് ഇടയ്ക്ക് വിളിക്കാൻ പറയാത്തത് നിങ്ങള്? ചേട്ടത്തെയൊക്കെ തന്നെ, എന്നാലും എന്റെ അടുത്തൊരു സ്നേഹമല്ലല്ലോ, വിളിക്കണില്ലല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാൻ പറ. ഞാനും അങ്ങോട്ട് വിളിക്കാം. ശരി. അപ്പൊ ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? അതുപോലെ ഈ റാമേട്ടന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി പറയണേ. ഇങ്ങനെ ഓരോന്നുകൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും നല്ല എന്തെങ്കിലും വരുവാണെങ്കിൽ ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. അല്ലല്ല, ഞാൻ പറഞ്ഞോളാം. രവിയേട്ടൻ പറയണാണെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ ഈഗോ ഒന്നും കാണിക്കത്തൊന്നുമില്ല. അത് ശരിയാണ്. പിന്നെ എല്ലാരും കാണാൻ തോന്നുന്നു വിളിച്ചപ്പോഴത്തേക്കും. ഈ റാമേട്ടൻ പുറത്തു പോയിരിക്കുവാണേ. വരുമ്പത്തേക്കും ഞാൻ പറയാം, എന്നിട്ട് നമ്മളും വരാം അങ്ങോട്ട്. ഇവിടെ ഉണ്ടല്ലോ. ചിലപ്പോ ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കായിരിക്കും. ഞാൻ പറയാം അമ്മയടുത്ത്. മാമനും രാമണ്ണനും എന്നും ഉള്ള പോലെ തന്നെ ടോം ആൻഡ് ജെറി ഇവിടെ അടിയും പിടിയും ബഹളമായിട്ട് അങ്ങനെ പോകും. വർക്ക്ഷോപ്പ് ഇപ്പൊ നല്ല ഗംഗേമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ശങ്കരൻ ചെറുക്ക ഉള്ളതുകൊണ്ട് പിന്നെ മാമൻ ശങ്കരന് പണി കൊടുത്തോണ്ടിരിക്കുന്ന ഇരിക്കുവാണ്. അവന് അവന്റെ അടുത്തത് പറഞ്ഞുണ്ട്, സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ അവൻ ചെറുക്കൻ കേട്ടോ, അവൻ പഠിത്തതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അവൻ എന്തെങ്കിലും ഒരു പണി പഠിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടേക്കണം. പിന്നെ ഇത് എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നല്ലൊരു ഓളമായിട്ട് അങ്ങനെ പോകണം. കല്യാണത്തിന് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? മാമൻ എന്തായാലും പോവും. എനിക്ക് എന്റെ കാര്യം അറിഞ്ഞൂടാ, ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അറിഞ്ഞൂടാ. ഈ ചേട്ടൻ രാംകുമാർ സാറ്, ഞാൻ എന്തായാലും റാമേട്ടൻ വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാമേ. എന്റെ രാംകുമാർ സാറല്ലേ, എന്റെ റാമേട്ടൻ വരുമ്പോ ഞാൻ വിളിക്കാൻ പറയാന്ന്. ശരി ശരി. എന്തോന്ന് കാണിക്കണേ? 8ന്റെ ഇത് 12ന്റെ സ്പാനർ, 8ന്റെ സ്പാനർ എടുത്തിട്ട് തിരിക്കി. എനിക്കറിയാം. അറിയാന്നുള്ളതുകൊണ്ടാണല്ലോ 10-12 കൊല്ലം കൊണ്ട് ഈ കാർ ഇവിടെ കിടക്കണ. ഈ കാർ ഇവിടെ കഴിയേണ്ട ഉദ്ദേശം മനസ്സിലായ? ഞാൻ നല്ല രീതിയിൽ പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള സകല ഭർത്താവ് മേത്രിമാരും ജീവിതം മുട്ടും. അതുകൊണ്ട് അവിടെ കിടക്കുന്ന നല്ല രീതിയിൽ പണി ചെയ്താൽ എല്ലാ വണ്ടികളും കൂടെ വന്ന് കിടക്കും. അതല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും പോവാത്തത്. മനസ്സിലായ? സ്വപ്നത്തിലും നടക്കാത്ത കാര്യമാണ് ഈ പാഷൻ പറഞ്ഞത്. ശരി രാജാവേ. മാമ നല്ല ചൂട് ചായ. മക്കളെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ, മക്കള് ചായ ഒപ്പം കൊണ്ടുവരുന്ന ആലോചിച്ചങ്ങനെ ഇപ്പം കൊണ്ടിരുന്നാൽ പട്ടിയ ചായയാണ് മക്കളെ ചായ കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ മാമനൊരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. അതെനിക്കറിയാം, അതല്ലേ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നത്. കുട്ടി ശങ്കര, നിനക്ക് ചായ വേണോ? എനിക്കൊന്നും വേണ്ടേ. എന്താടാ നീ വെറുതെ പോലെ പറയണ? എനിക്കാണെങ്കിൽ നിങ്ങളെ പോലെയുള്ള അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒന്നുമില്ല. പൊന്നോ, അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇപ്പൊ ചിക്കൻ കൊണ്ടുവച്ചാൽ നീ അങ്ങ് വിഴുങ്ങുമല്ലോ. അപ്പൊ അത് അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് അതിൽ പെടൂലേ? അല്ല, അതാണെങ്കിൽ അതിന് പ്രോട്ടീൻ ഉണ്ട് ചിക്കനിൽ. പ്രോട്ടീൻ നീ കുടിക്കണ്ട ചായ. മാമ ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചാൽ മതി, ഞാൻ വന്നെടുത്തോളാം. ശരി ശരി മക്കളെ, ശരി. എവിടെ മിസ്റ്റർ റാം? പാൽ റെഡി. കാലം തൊട്ട് എന്താവിൽ വെയിലയില്ലേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ പാട്ട്? ദിനം ദിനം കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്റെ അമ്മയെ തട്ടിക്കളയോ?
കാകളം തായോ കട്ട പ്യാറാണല്ലോ എന്തോ പഞ്ചസാര ഓക്കെയാണ്. പഞ്ചാര തന്നവന്റെ പഞ്ചാര ഓക്കെ എല്ലായിരിക്കും. കുടി എനിക്ക് വേണ്ട, ഞാൻ രാമണ്ണ ഉണ്ടാക്കിയത്. ആണോ? ഉണ്ടാക്കാനൊന്നുമില്ല, ജസ്റ്റ് പഞ്ചസാര കിട്ടുന്നത്. ഇനി കുടി. രാമേട്ടൻ കുടിക്കാൻ കൊണ്ട്. അങ്ങനെയാണ് നമ്മൾ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഒരു സിപ്പ് തന്നാ കുടിക്കണം. ആരോഗ്യമൊക്കെ വരേണ്ടത്. കുടിക്കും. എന്നിട്ട് എനിക്ക് ആരോഗ്യമില്ലേ? കുടിക്കും രാമേട്ട അങ്ങോട്ട്. നീ കുടി. ചേടാ ഇന്ന് എന്തുവാ ഇത്? കുടി അങ്ങോട്ട്. കുടിക്കും. അതെ, നിങ്ങൾക്ക് രണ്ടർക്കും വേണ്ടെങ്കിൽ ഇങ്ങനത്തെ ഞാൻ കുടിച്ചോളാം. നിനക്ക് കുടിക്കാനാണോ ഇറക്കാം ഞാൻ പാല് കൊണ്ടുവരണത്? തൊലച്ചല്ല ഈ കൊന്നന്തിരി കുടിച്ചു പോയത് ഇറങ്ങിയ ഞാൻ പിന്നെ നിങ്ങൾ രണ്ടുപേരും റൊമാൻസ് കാണിക്കണമെങ്കിൽ അങ്ങ് അകത്ത് പോയി കാണിക്കണം. ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാ. കൊച്ചു പിള്ളേരാ? കൊച്ചു പിള്ളേര് ഈ ഞാൻ തന്നെ. ഈ കൊച്ചു വിഷയത്തിനെ പറഞ്ഞു ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഈ പയലിനെ ഇതിനകത്ത് കേട്ടല്ലോ. നീ എവിടെന്ന് മുളക്കണ ചെറുക്ക? നീ അങ്ങനെ അപ്പ പെട്ടെന്ന് അങ്ങ് മുളക്കണല്ലേ? എന്താണ് നിനക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ. ഒന്നും ചോദിക്കണ്ട. കോലാടി വരൂ. കോലാടിയാ? കോലാടി അല്ല, കോടാലി. കോടാലിയാ? എന്തിന്? ആശാൻ പറഞ്ഞു വിട്ട് തരാൻ പറഞ്ഞു. ഓ മാമന എന്തിനാണ് കോടാലി? ആശാൻ പറഞ്ഞു. ആശാൻ എന്തിനാ? എനിക്കെങ്ങനെ നീ അറിയാം? തന്നെ എന്റെ പാല് കുടിച്ചു വേട്ടാളിയാ. പാല് കുടിക്കാൻ ഞാൻ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാ ഓ പോരെ. നീ കുടിച്ചിട്ട് നീ എന്റെ ഭാര്യ ഇങ്ങോട്ട് എന്റെ ചേട്ടാ അത് ഭയങ്കര വെയിറ്റ് പിടി സൂക്ഷിച്ച് പൊട്ടി. ഇതെന്തിന്? അതാരാ എന്തിന്? ആശ അവിടെ എന്തോ വെട്ടാൻ പോണ അതിന്. ആശ എന്തോ വിട്ടാൻ പോണു? ആ വാസനക്കട വെട്ടി പൊട്ടിക്കോ? അതൊന്നും എനിക്ക് നിന്റെ ആശാന്റെ എനിക്ക് തരാം. ആ ഞാൻ കൊണ്ടുവന്ന് തരാം. നീ ഇതെടുക്കോ ഒരു കോടാലി. പോലെ എന്ത് നീ ചുമ്മാ ഇരുന്നാണ് അങ്ങോട്ട്. ഒരു കാര്യമുണ്ട്. എടി വിടറേ. ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട്. നിങ്ങൾ എന്തോന്ന് കാണിക്കണ താ? നിനക്ക് പറ്റുമോ? നിനക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുമോ? എനിക്ക് കൊണ്ടുപോകും. ഞാൻ അത് എന്തോന്നടി ഞാൻ വരാടിയാ. ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഇങ്ങനെ എന്തോന്ന് വെട്ടി പൊട്ടിക്കുന്ന എനിക്ക് അറിയാം. ഞാൻ നോക്കിട്ട് വേണ്ട അത്യാവശ്യ കാര്യം. അടുത്തോട്ട് വാ ഇങ്ങോട്ട്. അയ്യേ പറയാമെന്ന കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. ടൗണിലോട്ട് പോണുണ്ടാ? പോണ്ടേ? ടൗണിലോട്ട് പോണുണ്ടാ? പോവണ്ടേ? മനുഷ്യൻ ടൗണിലോട്ട് പോണുണ്ടാ? പോണമെങ്കിൽ പോവാം. വേണ്ടെങ്കിൽ വേണ്ട. പോണം. എന്നാ പോവാം. പോയിട്ട് വരുമ്പോ പറയട്ടെ. പോയിട്ട് വരുമ്പോ എനിക്കൊരു കാര്യം വാങ്ങിച്ചോണ്ടോ? ചില്ലി ചിക്കൻ അല്ലേ? ഞാൻ പറഞ്ഞോട്ടൊന്ന്. എന്നാ പറ. ചെവി പറ. അടുത്തോട്ട്. അല്ലെങ്കിൽ മറ്റേ ആ വിഷം ഉണ്ടല്ലോ. നീ പറയടി വണ്ണേ. നീ എന്നെ വെറുപ്പിക്കാ. നീ അങ്ങ് പറ. നീ ഓ ആ മൂട് കളഞ്ഞു. ഞാൻ സ്നേഹത്തോടെ പറയാൻ വന്നാ. ഇങ്ങോട്ട് വാ അങ്ങോട്ട്. അതെ എനിക്ക് കുറച്ച് മുല്ലപ്പൂ. മുല്ലപ്പൂല്ല മുല്ലപ്പൂ. ആ വാങ്ങിച്ചോണ്ടരാ. മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടരാ. ഒരു 25 ഉമ്മ ഇടും. 25 ഉമ്മ. ഉമ്മ കൊടുത്താണോ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോണത്? നീ അത് എനിക്കിതാ. ഉമ്മ കൊടുത്താലും നിനക്ക് മുല്ലപ്പൂ. പിന്നെ നിനക്ക് ഫ്രീ ആയിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടാ എന്തിനാ? വാങ്ങിച്ചോണ്ടോ? എന്താ ഞാൻ സൂയി കിടക്കണ മറ്റേ ഹിമാലയൻ കരടി നീ അടിച്ചു വിട്ടു കൊടുക്ക. എന്റെ രാമേട്ട ഇതിപ്പോ ഒരു ഉമ്മ, പിന്നെ 2 ഉമ്മ, 10 ഉമ്മ, അങ്ങനെ അങ്ങ് പോകും. ഞാൻ ഒരു ഉമ്മ ചോദിച്ചിട്ടേ ഇല്ല. എനിക്കൊരു 25 എണ്ണമെങ്കിലും തരണം. അയ്യോ അത് ഭയങ്കര സമയം എടുക്കും. എത്ര മുല്ലപ്പൂ വേണ്ടി വരും? എനിക്കൊരു 5-6 മുഴം. 5-6 മുഴോ? അതൊക്കെ ഭയങ്കര പൈസ. നീ എന്തോ 5-6 മുഴ മുല്ലപ്പൂ വെച്ച് നീ ഇവിടെ മൊത്തം അലങ്കരിക്കാൻ പോണ? കണക്ക് പറയണ രാമേട്ട. കണക്കല്ലേ പിന്നെ പൈസ ചുമ്മാ വരൂ. ഞാൻ ഒരു ആഗ്രഹം ചോദിച്ചപ്പോ ഇങ്ങനെയാ. നിങ്ങൾ ഷൂസ് വാങ്ങിക്കുമ്പോഴും നിക്കർ വാങ്ങിക്കുമ്പോ നിങ്ങൾ കണക്ക് നോക്കാറില്ലല്ലോ. 10 മുഴം മഞ്ചേരി. ഒരു 2 ഉമ്മ. ഇല്ല അത് വാങ്ങിച്ചോണ്ട് വരുമ്പോ സത്യം വാങ്ങിച്ചോണ്ട് വരുമ്പോ പ്ലീസ്. ആശാനെ അതങ്ങ് വെട്ടി പൊളിക്കാശാനെ. പൊളിക്കാനാ അളന്നു പോയി. ഹലോ എന്ത് മഴയായിട്ട് നിക്കണം? മക്കളെ വെട്ടാൻ പോയിട്ട് എടുത്ത് പൊക്കാൻ പോലും മക്കളെ ഇതൊന്ന് പറ്റി പൊളന്നാണ്. വെട്ടി പൊളക്കാനാ? സിനിമയിലെ ഞാൻ കണ്ടു. എന്തിനാണ് ഞാൻ വെട്ടാൻ ചെയ്യല്? ഇത് ഇളക്കാനാ. ഇളക്കാനാ? താഴെ വെച്ചാണ് അങ്ങോട്ട് ആ വീട്ടുകാർ വന്ന് ഇടി കൂടെ തരാനായിട്ട് വെട്ടി പൊളിക്കാൻ. ഇത് വെട്ടി പൊളിക്കണം മക്കളെ. അതല്ലേ എങ്കിലും മറ്റത് എടുത്ത് വിറ്റിയാള് പുതിയ വാങ്ങി വെച്ചേക്കണത്. ഇളക്കാൻ പറ്റില്ലെന്ന്. നട്ടെല്ലാം ടൈറ്റ്. എനിക്ക് ഞാൻ ഡ്രസ് വെളിയിൽ പോകാൻ പോണു. എനിക്ക് നീ എവിടെ പോണു? ഞാൻ വെളിയിൽ പോണു.
നീ വിളിപ്പോ വേണ. ഓ എനിക്കൊരു കാര്യമുണ്ട് ഞാൻ ഇപ്പം. അപ്പൊ നിന്റെ ഒരു കാര്യം പറഞ്ഞത് ആ. ഓണമാക്കിലേ ആ ലെയ്ത്ത് ഉണ്ടല്ലേ, അവിടെ ഞാൻ ഒരു സാധനം കൊടുത്ത് പറഞ്ഞാൽ മതി, അച്ഛൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞോ. ആ ഞാൻ വിളിച്ച പറഞ്ഞോളാം, നീ ആ ഡേറ്റിൽ സാധനവുമായി കൊണ്ട് വരണം. പറഞ്ഞിട്ടല്ലേ? എന്തൊരു സാധനം? ആ ഈ വണ്ടിക്കുള്ള ബാക്കില് എന്റെ പേരെന്താടാ, എന്റെ പേരും ഓർമ്മയായിട്ട് നീ അങ്ങനെ ഒന്നും പറയണ്ട. അച്ഛൻ പറഞ്ഞു വിട്ടു ഇവിടെ ആ നട്ടും ബോൾട്ടും ഒക്കെ എല്ലാം ഉണ്ട് അതിൽ കൂടെ. പറഞ്ഞു കേട്ടാ, നീ മാറ്റോണ്ട് വരൂ. നട്ടും ബോൾട്ടും വരെ നിങ്ങൾ മറന്നോ? നിങ്ങൾ ഇനി നട്ടും ബോൾട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പോണത്? അലിയിട്ട് മുറുക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ 22 സീറ്റ് ബസ് കിടക്കണ, അത് പണിയേ. എന്തിനാണ് ഈ നട്ടും ബോൾട്ട്? ഞാൻ ഇതുപോലെ ഓരോരുത്തരത്ത് പോയിട്ട് വരുമ്പോ ഇതുപോലെ ഇവിടെ അത്ര തൂക്കിട്ടല്ല ഒന്നും കാരണമില്ല വണ്ടിയിൽ. നീ ഞാൻ പറയുമ്പോലെ നീ കേട്ടാ. എനിക്ക് വയ്യ, ചുമ്മാ ഞാൻ വാങ്ങിക്കൊന്നുമില്ല. വാങ്ങിക്കുന്നില്ല. ഇല്ല ഇല്ല. പൈസ തരൂ. പൈസ ഉണ്ട്. പൈസയൊക്കെ നിനക്ക് തരാടാ. നോക്ക് എടാ, ഇവിടെ നീ ചെറുക്കേണ്ടത് ചുമ്മാരിടാ. ഇങ്ങോട്ട് വാ. നീ മറ്റേ ലൈറ്റിന്റെ അങ്ങോട്ടല്ലേ പോണത്? അവിടുത്തെ മൂട്ടാൻ കിടന്നെ ഒരു മിച്ചറും ഒരു അച്ചാറ് ഇവിടെ വാങ്ങിച്ചോണ്ട് നോക്ക്. കുറച്ച് ലഡുവും 2 ജിലേബിയും കൂടെ വാങ്ങിക്കാം. നിങ്ങൾ ആരെയും പെണ്ണാണോ പറഞ്ഞ? എടേ അതല്ലടേ, ടച്ചിങ്ങിന് വേണ്ടി നോക്ക്. അത്തോളം വേണ്ട, പെപ്സി വാങ്ങിച്ചോ, അത് കുടിച്ചു കുടിച്ചാ. ഡയറി മിൽക്ക് ഒറ്റയടി നിന്റെ ചെവിക്ക് നോക്കി തരണോ? ഞാൻ പണ്ടേ ഞാൻ നിന്റെ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് കഴിക്കോളാ. നിന്റെ ആശാന്റെ അടുത്ത് പറഞ്ഞാൽ വാങ്ങിച്ചാലേ ഡയറി മിൽക്ക്. എനിക്കൊരു കുന്തോ വാങ്ങിക്കാന്ന് പറ്റുന്നില്ല, ഞാൻ പോണം. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് സ്വന്തം തന്തയായിട്ട് പറയാം. വേണമെങ്കിൽ ഒരു കവർ മിച്ചർ വാങ്ങിച്ചോട്ടെ, മതിയോ? പെപ്സി ഇല്ലേ? പച്ചവെള്ളത്ത് കുടിച്ചു കുടിച്ച് മടുത്ത കുടിക്കണ്ട. ഒരു കാര്യം അത് ഒഴിച്ചിട്ട് ഇങ്ങനെ വാർന്ന മഴവെള്ളം കുടിച്ചാൽ മതി. ആരും ചോദിക്കണേ ഞാൻ വേഴമ്പലാണെന്ന് പറഞ്ഞാൽ മതി. പൈസയൊക്കെ ഞാൻ വന്നിട്ട് തരാം. അങ്ങനെ തന്നത് എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു പെട്ടി വാങ്ങിക്കാണ്ട് പോണത്. വരുമ്പോ തിരിച്ചറിഞ്ഞത് അത് വെക്കാൻ ഇപ്പൊ പെട്ടിയില്ല. അത് പെട്ടി വാങ്ങിയാണ് ഞാൻ പോണത്. നമ്മൾ ആരടാ, അച്ഛനും മോനും. ഓ ഇപ്പൊ എനിക്ക് കിട്ടിയാ നിനക്ക്, നിനക്ക് കിട്ടിയാ എനിക്ക്, അങ്ങനെയല്ലേ പോവാ. എനിക്ക് കിട്ടിയാ അങ്ങോട്ട് മാത്രമേ ഇപ്പൊ നടക്കണമല്ലോ, തിരിച്ചു കാണുന്നില്ല. അక్కడ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരും. എന്തോ നീ കോടാലിയാ? അല്ല പിന്നെ ഈ വിഷത്തന്നെ പിന്നെ കണ്ടോ ചെലവിന്റെ നിങ്ങൾ ആദ്യം അവനെ പറഞ്ഞു വിടും. അവന്റെ ഡയറി മിൽക്ക്, ലഡു, ജിലേബി, അവന്റെ പോടാ. വല്ലത് വിട്ടിട്ട് അടിച്ചിട്ട് പറഞ്ഞേട്ടാ കയ്യും കാര്യം പൊക്കി കൊണ്ടുപോണത്. ഈ കോടാറ്റിയെ പിടിയിട്ടാ ആശാനെ എടുത്ത് പോക്കാൻ പറ്റില്ല. പിന്നാണ് എനിക്ക് 2 കോട്ട പോക്കാം. അങ്ങോട്ട് വയ്ക്കാം, അങ്ങോട്ട് പോക്കാം. എനിക്ക് വയ്യട ആവശ്യമില്ലാതെ എടുത്തോണ്ട് വന്ന് ഉപ്പാട് വന്നു. ആശാനെ പറത്തി വിടാ ആശാനെ. അയ്യോ വിട്ടു പോലെ ഒരു ലിഫ്റ്റ് ചെയ്തു. എവിടെ പോണം? ഡ്രൈവ് ചെയ്ത് എവിടെ പോണം? കൊള്ളാം. ഇതാണ് ഉത്തമമായ കാഴ്ച. സന്തോഷം. ഇത് ഊരിയെടുത്തല്ലേ? ഇത് ഊരിയെടുത്തു. ഇനി ആർക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. എന്തൊരു ഞാൻ പറഞ്ഞു എന്തിനാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ സാധനം മൊത്തം പറഞ്ഞല്ലേ? നീ മൊത്തം പറഞ്ഞെങ്കിലും മറ്റേ ഡേറ്റ് തുറന്നാ അവൻ നട്ടും ബോൾട്ടൊക്കെ അത് വാങ്ങിച്ചാ. അതൊന്നുമില്ല, ഇതാണേ വെച്ചു. അതൊന്നും വേണ്ട, ഇതാണേ വെച്ചു. മറ്റേതൊക്കെ വാങ്ങിച്ചാ? മറ്റേത് കുട്ടിയൊന്നും വാങ്ങിച്ചില്ല. ഡേറ്റ് പോയി നട്ടും ബോൾട്ടും എനിക്ക് വയ്യ. പിന്നെ നീ ഇത് മാത്രം വാങ്ങിച്ചോണ്ടു. ഓ അത് മാത്രം മതി. അയ്യോ ഒരു കാര്യം വാങ്ങിക്കാൻ മറന്നു ചേട്ടാ. ചെള്ളിനടിക്കണ മരുന്ന് ഇവനെ അടിച്ചു കൊല്ല. ഇവനെ കൊന്നിട്ടേ ഞാൻ ഒരു ദിവസം ഇവിടെ പോകുള്ളൂ. നീ വായിക്കാൻ പറഞ്ഞു. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി. ഇത് വണ്ടിയുടെ ഡിക്കിയിൽ എവിടെ കൊണ്ടുപോയി? ഡിക്കി കൊണ്ടുപോയി.
വന്നാ അല്ല ഞാനിവിടെ പോവാം. വാങ്ങിച്ച എന്തോന്ന് വാങ്ങിച്ചില്ലേ? മറന്നാ? എന്തോന്ന് മറക്കാൻ ചിന്നു? എന്തോന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയത്? ഞാൻ എന്തോന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ വിട്ടില്ലേ? എനിക്ക് എന്തോന്ന് വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് എന്തോ ഞാൻ കേട്ടില്ല. കേട്ടില്ലെന്നാ? എന്തോന്ന് റാമേട്ടാ അത്? വിളിച്ച് കുറച്ച് പറയണ്ടേ? ഞാൻ ഇത്ര ആഗ്രഹിച്ചാണ് ഒരു കാര്യം പറഞ്ഞത്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു ഒരാള് അത് ഇത്ര ആഗ്രഹിച്ചൊരു കാര്യം പറയുമ്പോ തീരെ നിസ്സാരമായിട്ടല്ലേ കാണുന്നത്. അത് ഇപ്പൊ തന്നെ മനസ്സിലാവും എന്റെ എന്തോരം വിലയുണ്ട്. റാമൻ എന്നെ വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ, ഞാൻ പൊക്കോളാം എവിടെങ്കിലും. ചേട്ടാ ഇങ്ങനെ മനുഷ്യനായിട്ട് വെറുപ്പിക്കണേനെ കാണും നല്ലതാ. അത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്യണില്ല. അത് തന്നെ ഒരു കാര്യം പറയുമ്പോ അത് വാങ്ങിച്ചോണ്ട് വരാൻ പോലും ഓർക്കണില്ല. ഞാൻ എന്താ മറ്റേ വലിയ ഡയമണ്ടോ ഗോൾഡോ വല്ലോ ആണോ പറഞ്ഞ? നീ ഇങ്ങോട്ടൊന്ന് നോക്കടി മോളെ. വാങ്ങിച്ച പിന്നെ നമ്മുടെ ഒരു ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാതിരിക്കോ? ചിന്ന പെണ്ണേ എന്നാലും എന്നെ പറ്റിച്ചോ. വെറുതെ ഞാൻ എന്തൊക്കെ വിളിച്ചു വെച്ചോളൂ. ഇങ്ങനെ സത്യത്തിൽ ഭയങ്കര വെച്ചോളൂ. ഫ്രീയായിട്ട് വെച്ചോളൂ. ഒന്നും നോക്കണ്ട. അതൊന്നും ഇതുപോലെ സുഖമായിട്ട് വെച്ചോളൂ. റാമേട്ടാ ഇതാണോ ഞാൻ തലയിൽ വെക്കേണ്ട സാധനം? ഇതിപ്പോ തലയിലാണോ ആൾക്കാർ വെക്കുന്നത്? അല്ല അച്ചാറും മിച്ചാറും അത് മാറിപ്പോയി. അയ്യോ മാറിപ്പോയത് പൊതി മാറിപ്പോയത്. ഇത് ആർക്കുള്ളതാണ്? എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യൂ. ഇതായിരിക്കണേ മാമ പോയി ചോദിച്ചു. എന്ത് ചെയ്തോ എന്തോ നീ കവറിന് ചോദിച്ചു. അച്ഛാ അച്ഛാ കവറോടെ ഞാൻ കൊണ്ടുവന്ന് കവറോടെ. കവർ നീ കൊണ്ടുപോയതാ? അതെവിടെ? ഇടാ നീ കൊണ്ടുവന്ന് എന്റെ കവർ ചെയ്തല്ലേ കൂടെ. ആ കവറോടെ? മറ്റേ കവറോടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കവറോടെ കൺഫ്യൂഷൻ ആയല്ലോ. അച്ഛൻ ഞാൻ കൊണ്ടുവന്ന കവർ അല്ല. അച്ഛനെ തന്ന കവറോടെ? അച്ഛന്റെ കവർ. ഇത് എന്റെ കവറല്ലേ? അത് ഞാൻ തരാം. ഞാൻ തന്ന കവറോടെ? നീ തന്നെ കവറാ? കവറിനെ തന്നെ പലതുകൊണ്ട് അച്ഛൻ താച്ചാ. അത് മാമ 2 കവർ കൊണ്ടുവന്നു. ഒരു കവർ ഇതായിരിക്കണം. മറ്റേ കവർ എവിടെ? എന്റെ കവറല്ലേ ഇതായിരിക്കുന്നത്? അയ്യോ ഇത് മാമന്റെ കവർ. മാമ 2 കവർ കൊണ്ടുവന്നു. ഒരെണ്ണം മാമന്റെ കവർ, വേറൊരു കവർ. അത് എവിടെയെന്നാണ് ചോദിക്കണത്. വേറൊരു കവർ എന്റെ അച്ഛാ. ഞാൻ ഒരു കവർ അച്ഛന് തന്ന. അതവിടെ ഇതല്ലേ ഇപ്പം എന്റെ അല്ലേ? അത് ഇത് ഇനി ഒരു കവറുള്ള അവിടെ. ഇനിയുള്ള കവർ ഈ കവർ കിടന്ന് മരിക്കില്ല. പൊന്നു മാമ എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടെന്നാണ്. ആ കവർ എവിടെ മാമ? മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടതാ? മുല്ലപ്പൂ അല്ല മല്ലിപ്പൊടി. മല്ലിപ്പൊടി മുല്ലപ്പൂ എന്തിനാടാ കളത്തനം പറഞ്ഞത്? മാമ കവർ എവിടെ മാമ? കവർ ഇവിടെ കാണും. ഞാൻ ശങ്കരനെ ഏൽപ്പിച്ചെന്ന് തോന്നുന്നു. കവറിങ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. കവറിങ് എടുത്തോണ്ട് പറഞ്ഞാണ്. ഓ മുല്ലപ്പൊടി എല്ലാം കണ്ടതിനകത്ത്. ശങ്കര ഡേയ് ആ മുല്ലപ്പൊടി കവർ ഞാൻ തന്നെ മുല്ലപ്പൊടിയാ? മുല്ലപ്പൊടിയാ മല്ലിപ്പൊടിയാ? ചേച്ചി ആശാനി ഒന്ന് പോരാമണ്ണ. ഞാനാണെങ്കിൽ കൊറേ കാലം കൊണ്ട് വിചാരിക്കേ ഞാൻ പെൺവേഷം കിട്ടി ബ്ലോഗ് എടുക്കണം. താങ്ക് യു രാമണ്ണ. അയ്യോ കാത്തു സൂക്ഷിച്ചൊരു മുല്ലപ്പൂമാല ചങ്കാരം കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. എന്നാ പിടിക്ക്. കൊക്കച്ചല്ല ഈ കൊക്കച്ചി മോറാണ് കൊത്തിക്കൊണ്ട് പോയത്. എല്ലാം തൊലച്ച്. അല്ലെങ്കിൽ ഈ രാമണ്ണ എന്തെങ്കിലും ഒരു കാര്യം മര്യാദയ്ക്ക് നടത്താൻ അറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം. ആകെ ഒരു മുല്ലപ്പാണ് ചോദിച്ചത്, അതുകൊണ്ട് ഈ കുളമാക്കി വെച്ചേക്കും. എപ്പോഴെങ്കിലും നടത്തുവോ ഒരു കാര്യം? ഞാൻ അമ്മയാണോ നടത്തോടി? നടത്ത്. ചിന്നോ തിരിച്ചെട്. എന്തോ തിരിച്ചെടുക്ക? അടിച്ച് ഇപ്പൊ ഇവിടെ തെറിപ്പിച്ച തിരിച്ചെട്. സൗകര്യമില്ല, എനിക്ക് സൗകര്യമില്ല. ആശാന നിന്റെ നീ ലിപ്സ്റ്റിക്കും കൺമശിയൊക്കെ അവിടെ തന്നെ അടിച്ചു മാറ്റിയത്. ഇനി അതുകൂടി ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ട. നിനക്ക് എന്തിന്റെ മുല്ലപ്പൂവും വെച്ച് താ നിൽക്കണം മണം കൊണ്ടെങ്കിൽ. അപ്പൊ വാടാ ഞാൻ ഇപ്പൊ അവിടെ ചെന്ന് കയറി കൊടുത്താലും മതി. ചിന്നു ചിന്നു ഞാൻ വേറെ വാങ്ങിച്ചു തരാം. ഞാൻ നിങ്ങളെ സ്വന്തം ശംഖു ശങ്കരൻ. അപ്പൊ ഗൈസ് ഞാനിപ്പോ പെൺവേഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ 2 പേര് പിണങ്ങി പോയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. കുടുംബം കളിക്കുന്ന സീൻ കണക്കെടുക്കാം. ഗുഡ് ഐഡിയ. അങ്ങോട്ട് ചെല്ലി ഇപ്പൊ കുടുംബം കിടക്കുന്ന സീൻ കാണാം. അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ആരും ഇടാത്ത ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്. എങ്ങനെ കുടുംബം കലങ്ങുന്നത് കാണാം. അപ്പൊ വരൂ ഗൈസ്.